കാസർഗോഡ് ചിറ്റാരിക്കാലിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവിന് നേരെ ഭീഷണി. ഹൈക്കോടതിയിൽ മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണി. കേസിൽ 61 വർഷം തടവിന് ശിക്ഷിച്ച പശ്ചിമബംഗാൾ സ്വദേശി ഇൻജമാം ഉൽ ഹക്കിനെതിരെ ഭീഷണിപ്പെടുത്തിയതിനും ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തു. സാരംഗ് വിവരങ്ങൾ നൽകും. സാരംഗ്, ഈ പ്രതി തന്നെയാണോ ഭീഷണിപ്പെടുത്തിയത്, അതോ പ്രതിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ആണോ? അഞ്ജിത, പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതി തന്നെയാണ് നേരിട്ട് പെൺകുട്ടിയുടെ ഇരയായ അച്ഛനെ കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശിയായ ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്ന സമയത്ത് മൊഴി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. നിലവിൽ ഈ ബംഗാൾ സ്വദേശിയായ ഇൻസമാം ഉൽ ഹക്കിനെ 61 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു വിധിക്കെതിരെ മേൽക്കോടതിയിലേക്ക് അപ്പീലിന് പോകാനുള്ള ശ്രമം ഇൻസമാം ഉൽ ഹക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്ന സമയത്ത് മൊഴി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. സാരംഗ്, ഈ ജയിലിൽ കഴിയുകയാണോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത്? അഞ്ജിത, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഇൻസമാം ഉൽ ഹക്ക് തന്നെയാണ് കുട്ടിയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഉണ്ടായി എന്നത് വലിയൊരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അഞ്ജിത. ശരി, എങ്ങനെ, അതായത് ഈ ജയിലിൽ എങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജയിലിലെ ഫോണിൽ നിന്നാണോ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ശരി, സാരംഗാണ് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് സാരംഗ് പങ്കുവച്ചത്.